തോളില് വേദന തുടങ്ങിയിട്ട് അത് കൈമുട്ട് വരെ പടരുന്ന ഒരു വേദന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒന്നും എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു വേദന എന്ന് പറയുന്നത് സാധാരണമല്ല. ഓക്കെ. തോളിൽ തുടങ്ങിയിട്ട് കൈ വരെ പെയിൻ വരുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇതെന്തെങ്കിലും മസിൽ സ്ട്രെയിൻ ആണ് എന്നൊക്കെയാണ്. പക്ഷേ ആയുർവേദത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് കൂടുതലായിട്ട് ഷോൾഡർ ജോയിന്റ് ഇൻഫ്ലമേഷൻ ആണ്. ടെൻഡൻ ടൈറ്റ്നസ് അല്ലെങ്കിൽ നെർവ് ഇറിറ്റേഷൻ കാരണമാണ് ഈ പെയിൻ ഉണ്ടാവുന്നത്. നമ്മുടെ തോളും കൈയും ബന്ധിപ്പിക്കുന്നത് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ഒരു മസിൽ പേശികളാണ്. അപ്പൊ ഇവ ഓവർ യൂസ് ആകുമ്പോഴും റോങ് പോസ്ചറിലും കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യുക, ഡ്രൈവിങ്, ഓഫീസ് വർക്ക്, ഇതൊക്കെ മൂലം വാദം ആഗ്രിവേറ്റ് ചെയ്യും. ഈ വാദം മൂവ്മെന്റ് ഒന്ന് തെറ്റിയാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പാസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാവും. അതിനാലാണ് ശരിക്കും തോളിൽ ആരംഭിക്കുന്ന വേദന കൈകളിലേക്കും മുട്ടുകളിലേക്കും ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്. ഇത് പല ആളുകളിൽ ഒരു ടിംഗ്ലിംഗ് ഉണ്ടാക്കും, നംനെസ് ഉണ്ടാക്കും, ഈവൻ വീക്ക്നെസ് ഉണ്ടാക്കും എന്തെങ്കിലും ഉയർത്തുന്നതിലൊക്കെ. അപ്പൊ ഇതിൽ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യമാണ് വാം കംപ്രസ് എന്ന് പറയുന്നത്. 2 തരം ചെയ്യാം. വേദന വരുന്ന ഷോൾഡേഴ്സിൽ, എൽബോയിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി ഒന്ന് സ്റ്റിഫായിട്ട് അമർത്തി തിരുമുക. അപ്പൊ അത് ആ വാദത്തിനെ കുറയ്ക്കാൻ സഹായിക്കും. 2 ജെന്റിൽ സ്ട്രെച്ച് ആണ്. നമ്മൾ കൈകളിലേക്കൊക്കെ നേരെ വെച്ചിട്ട് സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ കൈ വാളിന്റെ ഭിത്തിയിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ കറക്കുക. അപ്പൊ ജോയിന്റ് ലൂബ്രിക്കേറ്റ് ആവാനും ആ ഒരു പെയിൻ ഷൂട്ട് ചെയ്യുന്നതും കുറയ്ക്കാൻ പറ്റും. മൂന്നാമത് പ്രധാനമായും 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, വെയിറ്റ് ഉള്ള ഭാരം ഉയർത്തുക എന്നുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക. വേദന ഉള്ള ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതും ഒഴിവാക്കുക. ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാദം കൂടുന്നതിനെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നെർവ് ഇറിറ്റേഷനെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം, വേറെ ഏതെങ്കിലും ഒരാളുടെ സഹായം എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ എന്താണോ ഓയിൽ ഉള്ളത് അത് വളരെ ലൈറ്റ് ആയിട്ട് അവിടെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് സ്ലോ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ റിലീഫ് ചെയ്യും. എണ്ണമയൊക്കെ ആണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. ഇത്തരം ഷോൾഡർ പെയിൻ ഒന്നും വളരെ സിമ്പിൾ അല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഇതിന് ഞങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നത്, ഒരു 7 മുതൽ 14 ദിവസം വരെ നമ്മളതിനെ അവരുടെ വീട്ടിൽ തന്നെ അവരോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. എപ്പോഴാണ് ഇത് കൂടുന്നത്, എപ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അസസ് ചെയ്യാനായിട്ട് ഒരു പീരീഡ് കൊടുക്കും. ഇതിന് ശേഷമാണ് നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് അവിടെ തരുന്നതായിരിക്കും.